ഈ വഴക്കിന് വഴക്കുണ്ട്, കരച്ചിലിന് കരച്ചിലുണ്ട്, ദേഷ്യപ്പെടുമ്പോ ദേഷ്യം എല്ലാം കാണിക്കുന്നുണ്ട്, എല്ലാ വികാരവും ഉണ്ടാവും. മെയിൻ ആയിട്ട് അനുമോള് വഴക്കുണ്ടാക്കുന്ന ഒറ്റ കാര്യം എപ്പോഴും അവിടെ അടി ഉണ്ടാകുന്നത് ഫുഡിന്റെ പേരില. കിച്ചണില് സാധാരണ വീട്ടില് കിച്ചണിൽ കയറുന്ന ആളാണ്. 100% ഉറപ്പിച്ചു പറയില്ല. എന്തെങ്കിലും ഞാനും അമ്മയും ഉണ്ടാക്കി വെക്കും, കഴിക്കും, ഉറങ്ങും, എണീക്കും, പോകും. ഷൂട്ടിന് രാവിലെ പോകും, എല്ലാ ദിവസവും പോവല്ലേ. ഒരു വല്ലപ്പോഴും ഒരു വീട്ടിൽ നിൽക്കുന്നത്. ആ നിൽക്കുന്ന ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ ഡേയിൽ എന്തെങ്കിലും യൂട്യൂബ് നോക്കി എന്തെങ്കിലും ഉണ്ടാക്കുന്നേ ഉള്ളൂ. പിന്നെ മോൻ എന്തെങ്കിലും മാഗി ഉണ്ടാക്കി കൊടുക്കും, ഞാൻ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ മുട്ടച്ചോറോ എന്തെങ്കിലും ഉണ്ടാക്കി. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു ഐഡിയ കാണാം. നമ്മളെ കുഞ്ഞിന്റെ മുതലേ അമ്മ അച്ഛനൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കണ്ടൊരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പൊ കപ്പടിക്കും തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും 100% ഉറപ്പാണ്. ഇതേ എല്ലാരും പറയുന്നത്. നോർമലി നമുക്ക് പുറത്ത് കാണുന്ന ഒരു ഇത് വെച്ചിട്ടാണെങ്കിലും അനുവും അനീഷുമാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത്. അതിപ്പോ ഗെയിമാണ്, നാളെ എന്ത് സംഭവിക്കാം. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് അനുമോൾ അല്ലെങ്കിൽ അനീഷ് എന്നാണ്. അപ്പൊ ഒബ്വിയസ്ലി അത് ഉറപ്പായിട്ട് അങ്ങനെയാണല്ലോ. അനുമോള് നമ്മളുടെ കുട്ടി എന്ന് മാറ്റി വെച്ചാൽ അതിനകത്തുള്ള ഒരു ബെസ്റ്റ് പ്ലെയർ ആരായിരിക്കും? ബിക്കോസ് അനു അത് നമ്മുടെ കുട്ടിയല്ലേ, അന്ന് മാറ്റി വെച്ചാല് ബെസ്റ്റ് പ്ലെയർ അനീഷ് അല്ലേ? നെവിനും അനീഷും നല്ല എന്റർടൈനർ ആണ്. നല്ല ഇപ്പൊ ഈ ഇതിനകത്ത് പോയതിനു ശേഷം ഫുൾ ടൈം കുക്കിംഗ് എപ്പോഴും അതാണ് ഇൻട്രസ്റ്റിംഗ്. അത് കണ്ടപ്പോ എന്താ തോന്നിയത്? കിച്ചൺ സ്പേസ് എല്ലാവർക്കും ഫുഡ് എനിക്ക് പോലും അറിയില്ല കേട്ടോ, ഇത്രയും പേർക്ക് കറക്റ്റ് എടുത്ത് ചോറ് വാർക്കുന്നു അറിയത്തില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത്രയും കുക്ക് ചെയ്തിട്ട് മോള് വിളമ്പി കൊടുക്കുമ്പോ ഒരു സന്തോഷം നമുക്ക്. അതെ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വിളമ്പി കൊടുക്കാനും എല്ലാവരും മേക്കപ്പ് ഇടാനൊക്കെ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി ഒരു കുടുംബിനിയായി കല്യാണം കഴിച്ച് വിട്ടാല് വീട്ടിൽ അങ്ങനെ ഒരു സമാധാനം ഇങ്ങനെ നോക്കുന്നുണ്ട്. സത്യം ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണം എങ്ങനെയെന്നൊക്കെ വിചാരിച്ചു. എപ്പോഴും ഹറിബറിയായിട്ട് പോവേലേ കൊച്ചി, ഒന്നും അറിയില്ല. ഒരു ലൈഫ് കൊണ്ടുപോകാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. ഈ വയസ്സായിട്ടും സ്വന്തമായിട്ട് തുണി അലക്കുന്നു, സുന്ദരി ഡ്രസ്സ് നനയ്ക്കുന്നു, അവിടെ കിച്ചണിലെ എല്ലാം നന്നായിട്ട് ഇപ്പൊ അവിടെ പോയി എന്തായാലും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ ശരിക്കും വീട്ടിലുള്ളത് പോലെ തന്നെ ആണോ അനുമോള് ബിഗ് ബോസ് ഹൗസിൽ? സെയിം ക്യാരക്ടർ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കരച്ചിൽ വരുമോ? അനുമോള് കരയുന്ന കാണുമ്പോ അമ്മക്ക് ഭയങ്കര വിഷമാണോ? ആദ്യം ഭയങ്കര ഇടയ്ക്ക് ആദ്യമൊക്കെ ഒരു BP കൂടിയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ സമയത്ത്. പിന്നീട് ഓക്കെ ആയി. പിന്നെ അതെന്താണെന്നുള്ളത് പഠിച്ചു അവിടെ പോയിട്ട് വന്നതിന് ശേഷം ഓക്കെ ആയി. കണ്ടിട്ടുള്ളതിന് ശേഷം ഓക്കെ ആയി. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ആദ്യം നല്ല അവിടെ പിടിച്ചു നിൽക്കണവർക്ക് തന്നെ അതൊരു ഇതാണ്. നല്ല കഴിവുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റൂ. പുറത്തിറങ്ങിയപ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും മറ്റുള്ളവരെ കുറിച്ചായാലും അനുവിനെ കുറിച്ചായാലും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുഴപ്പമില്ല. നമ്മള് വന്നിറങ്ങിയപ്പോ കുറെ മീഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ആൻസർ ചെയ്ത് ഞങ്ങള്. ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയാണോ അകത്ത്? ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കാണാൻ നല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ പറയുന്നുണ്ടായിരുന്നു പോയി കഴിയുമ്പോ എങ്ങനെയായിരിക്കും, കാരണം നമ്മൾ ഇതിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ, അതൊക്കെ നല്ലായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാരും ഭയങ്കര ഞങ്ങളോട് ഭയങ്കര നമ്മുടെ ഓൺ ഫാമിലിയെ കണക്കാണ് അവർ ഞങ്ങളോട് വന്ന് സംസാരിച്ചതും എല്ലാരും. അതിനുള്ളിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പോയപ്പോ എന്തെങ്കിലും അങ്ങനെ തോന്നിയോ? ഇല്ല, കാരണം നമ്മളെ ഫാമിലിയൊക്കെ വരുന്നോണ്ട് തന്നെ ആരും അങ്ങനെ മാറി നിൽക്കുകയോ ഒന്നും അല്ലായിരുന്നു. എല്ലാവരും എവരി ആൾക്കാർ നമ്മളോട് വന്ന് പേഴ്സണലി സംസാരിച്ച് എല്ലാം ഇതാനും ഇങ്ങനെയാണോ, അതിന് നല്ലോണം കുക്ക് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു, കാരണം അവർക്ക് സംശയമാണ് എല്ലാവർക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ എല്ലാരും ഒരാളെ വിടാതെ എല്ലാരും ഞങ്ങളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അന്ന് ഞങ്ങൾ പോകുമ്പോ ആര്യന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. പൊതുവെ നമുക്കറിയാം അനുമോള് സ്ഥിരം കരയുന്ന ആളാണ്, പെട്ടെന്ന് കാര്യങ്ങൾക്ക് കരയുന്ന ആളാണ് വീട്ടില്. പക്ഷെ അതിനുള്ളില് എപ്പോഴും കരയുന്ന കാണുമ്പോ പുറത്തുള്ളവർ പറയുന്നത് അത് അവളുടെ സ്ട്രാറ്റജി ആണ്, ഓഡിയൻസിന്റെ സിമ്പതി കിട്ടാനായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതിന് എന്താ പറയാനുള്ളത്? ഇല്ല, ഒരിക്കലും ഇല്ല. അവളെ മനസ്സിലാകുന്നവർക്ക് കറക്റ്റ് അറിയാം അവൾ എന്താണ്, അവളെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളായാലും അവളെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിലുള്ളവർക്കും കറക്റ്റ് അറിയാം. പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ, മറ്റുള്ള കാണുന്നവർക്ക് അറിയില്ലല്ലോ. ഉള്ളിലുള്ളവർക്ക് ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ട് എങ്ങനെയാണ്. പഴയ പ്രോഗ്രാംസിലും എല്ലാരും പറയല്ലോ അവള് കരയുമായിരുന്നു, സ്റ്റാർ മാജിക്കിലും കരയുമായിരുന്നു എന്ന് പറയുന്നത്. അത് പണ്ടേ അങ്ങനെയാണ്. സന്തോഷം വന്നാലും കരയും, അച്ഛനും അങ്ങനെയാണോ? അപ്പം നിങ്ങൾ അറിഞ്ഞുകൂടാത്തോണ്ടോ പുറത്തുള്ളവർ ഇങ്ങനെ പറഞ്ഞോണ്ട്? ഈ ഒരു ബിഗ് ബോസിലേക്ക് അവസരം കിട്ടുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? പോകണോ, അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നമുക്ക് അറിയാലോ നമ്മളെല്ലാ സൈഡും അവിടെ കാണിക്കണമല്ലോ. അപ്പൊ അറിയാം ഒരുപാട് കരച്ചിലാണല്ലോ പൊതുവെ മെയിൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ കൂടുതലായിട്ട് നീ പോകണ്ടെന്ന് പറഞ്ഞു.
അല്ല ഇത്രയും സർവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അവിടെ ഞങ്ങളുടെ പറഞ്ഞത് പേയ്മെന്റിന്റെ കാര്യത്തിൽ 10 ദിവസം എങ്കിൽ 10 ദിവസം എന്നാണ് ആദ്യം പറഞ്ഞത്, പോയിട്ട് വരാന്ന് പറഞ്ഞു.